ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നവസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവം ഭോഗമംഗളം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമഃ. അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ ഭാഗത്തിലേക്കായിട്ട് സമർപ്പിക്കാം. അവിടെ ഇരിക്കാൻ പറ്റുന്നവർക്ക് അവിടെ ഇരിക്കാം. ശ്രീമൽ ഭഗവതോ മഹാപുരുഷസ്യ രാജ്ഞയ പ്രവർത്തമാനസ്യ അതിബ്രാഹ്മണ തൃതീയവരാർത്തെ ശ്വേത വരാഹ കൽപേ വൈവത്സരേ മന്വന്തരേ കലിയുഗേ കലിപ്രഥമവാദേ യോഗ ഏവം ഗുണ സകല വിശേഷേണ വിശിഷ്ടായാം കൃഷ്ണകാവേരി ദക്ഷിണപ്രദേശേ പരശുരാമ നിർമ്മിതായാം കേരളഭൂമോ തൊട്ടിയിൽ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധോ അസ്മാകം ക്ഷേമസ്ഥൈര്യ വീരവിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാർത്ഥം ധർമാത്മകമോക്ഷം ചതുർത്ഥ പരിപൂർണ ഫലപുരുഷ സിദ്ധീർത്ഥം ഉദ്ദേശ്യ തിലതർപ്പണ പിണ്ഡ പ്രധാന പൂജാം ച ആചാര്യമുഖേന കൂർച്ചമുഖേന ആദികരക്ഷേ നമോ നമഃ. എള്ളെടുത്ത് പിടിക്കുക. കയ്യിലേക്ക് വെള്ളം ഒഴിക്കുക. പവിത്ര ഇരിക്കുന്ന കയ്യിലാണ് എള്ള് വെക്കേണ്ടത് കേട്ടോ. വലത് കൈ വെച്ചാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. എലയിലേക്ക് കാണിച്ചു പിടിക്കുക. കുശോസേ കുശപൃഷ്ടോസേ ഭ്രമണാനിർമ്മിതം പുരാപിണ്ഡസ്ഥാനേ ധർവാസനം നമ തതുപരി തിലോധകം നമ. പടഞ്ഞൊഴിക്കുക. ഒരു പ്രാവശ്യം എടുക്കുക. വെള്ളമൊഴിക്കുക. അസ്മൽ കുലേ മൃഗായേജ ഗതിരോക്ഷാന്യ വിദ്യതേ ആവാഹി ഏഷിതാൻ സർവാൻ കുശപൃഷ്ടോതി തിലോധകൈ. കുടഞ്ഞൊഴിക്കുക. ഒരു പ്രാവശ്യം എടുക്കുക. വെള്ളമൊഴിക്കുക. മാതാ മഹാ കുലായേജ ഗതിരോക്ഷാന്യ വിദ്യതേ ആവാഹി ഏഷിതാൻ സർവാൻ കുശപൃഷ്ടോതി തിലോധകൈ. കുടഞ്ഞൊഴിക്കുക. കൈ നനച്ച് പിണ്ടമെടുത്ത് പിടിക്കുക. 5 പ്രാവശ്യമായിട്ട് എടുക്കേണ്ടതാണ് പിണ്ടം. ഒന്നാമത്തെ പ്രാവശ്യം പിണ്ടമെടുത്ത് പിടിക്കുക. അബ്രഹ്മണായേ പിതൃവംശജാത മാതൃസ്ഥത വംശഭവാമദേഹ വംശദ്വയോസ്മിൻ മമ ദാസ ഭൂതാഹ പ്രത്യാഭൈവ ആശ്രിത സേവകാച്ച മിത്രാണി സഖ്യ പശവച്ച വൃഷാഹ ദൃഷ്ടാച്ച കൃതോപകാരേ ജന്മാന്തരേ മമ സംഗജാതുപ്യം സദാപിണ്ഡം തദാമിഹ്യം. മൂന്നാമത്തെ പിണ്ഡം എടുത്ത് പിടിക്കുക. അസീപത്രേ വനേ ഘോരേ കുംഭീഭാഗേ ചരോരവേദേക്ഷാം ഉദാഹരണാർത്ഥായാം ഇമപിണ്ഡം തദാമിഹ്യം. വയ്ക്കാം. നാലാമത്തെ പിണ്ഡം എടുത്ത് പിടിക്കുക. ഉത്സന്ന കുലകോടീനാം ഏഷാം ധദാ കുലേനഹി ധർമ്മ പിണ്ഡ മയാദത്തോ അക്ഷയ മുഭിദിഷ്ടതു. വയ്ക്കാം. അഞ്ചാമത്തെ പിണ്ഡം എടുത്ത് പിടിക്കുക. ഏ ബാന്ധവാഹ അന്യജന്മനി ബാന്ധവാദേക്ഷാം ഉദാഹരണാർത്ഥായാം ഇമപിണ്ഡം തദാമിഹ്യം. വയ്ക്കാം. ഗന്ധസ്യോപരി പുഷ്പം നമ. പിണ്ടത്തിലേക്ക് സമർപ്പിക്കാം. 2 പുഷ്പം എടുത്ത് പിടിച്ച് കർപ്പൂരം കൊണ്ടുവരുമ്പോ ആ കർപ്പൂരത്തിൽ ധൂപത്തിൽ ദീപത്തിൽ ഒഴിഞ്ഞ് പിണ്ടത്തിലേക്ക് സമർപ്പിക്കാം. ധൂപം നമ ധൂപം നമ ദീപം നമ ദീപം നമ ദീപധൂപ കർപ്പൂര നിരാഞ്ജനം നമ ദീപധൂപ കർപ്പൂര നിരാഞ്ജനം നമ ദീപധൂപ കർപ്പൂര നിരാഞ്ജനം നമ ധൂപം നമ ധൂപം നമ ദീപം നമ ദീപം നമ ധൂപദീപ കർപ്പൂര നിരാഞ്ജനം നമ ധൂപം നമ ധൂപം നമ ദീപം നമ ദീപം നമ ധൂപദീപ കർപ്പൂര നിരാഞ്ജനം നമ ധൂപം നമ ധൂപം നമ ദീപം
നിരാഞ്ജനം നമ. അത്രഗന്ധ്ര തത്രപുഷ്പ ധൂപദീപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണ ഷോഡശ പൂജ സമർപ്പയാമി. പിണ്ടത്തിലേക്ക് സമർപ്പിക്കാം. ബാക്കിയുള്ള മുഴുവൻ പോയെടുത്ത് എഴുന്നേറ്റ് നിൽക്കാം. അവിടെ നിന്നുകൊണ്ട് തന്നെ 3 പ്രദക്ഷിണം ചെയ്യുക. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിൻ സദാശിവം. യാനി കാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണവദേവതേ വനമാലികദേശാർഗേ ശംഖേ ചക്രേ നന്ദകി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അവിരക്ഷതോ അച്യുതാനന്ദ ഗോവിന്ദ വാസുദേവ ജനാർദ്ദന പിതൃശാപകരം ശീഘ്രം വംശവൃതിം പ്രയച്ഛമേ അന്യഥാ ശരണം നാസ്തേ ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ എല്ലാ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തി നൽകണം ഭഗവാനെ ശിവശങ്കര നാരായണ എന്ന് പ്രാർത്ഥിച്ച് ആ പിണ്ടത്തിലിട്ട് തൊട്ട് നമസ്കരിക്കാം. പവിത്രൂരി കെട്ടഴിക്കുക. പവിത്രമോദ്രമൂരി കെട്ടഴിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മുടെ വസ്ത്രത്തിന്റെ അഗ്രഭാഗത്ത് തുമ്പോട് ചേർത്ത് പിടിക്കുക. വെള്ളമൊഴിക്കുക. പിണ്ടത്തിന്റെ മുകളിൽ കാണിച്ച് കൂട്ടിപ്പിഴിയ. ഗ്രഹണന്തമയാദത്തം വസ്ത്രനിഷ്പീഡിനോദകം പിടിഞ്ഞൊഴിക്കുക. ധർമ്മപ്പുല്ലിന്റെ മുകളിലേക്ക് വയ്ക്കുക. എല്ലാവരും ഓരോ ദക്ഷിണ എടുത്ത് പിടിക്കുക. തൊഴുത് പ്രാർത്ഥിക്കുക. എല്ലാവരും ഓരോ ദക്ഷിണ എടുത്ത് തൊഴുത് പിടിക്കുക. ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജ വിഭാവസോ അനന്തപുണ്യഫലതം അധഃ ശാന്തി പ്രയച്ഛമേ. ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്ത പുണ്യ ഫലതം അധഃ ശാന്തി പ്രയച്ഛമേ. ഹിരണ്യഗർഭഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്തപുണ്യഫലതമതഃ ശാന്തി പ്രയച്ഛമേ. ഹിരണ്യഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്തപുണ്യഫലതമതഃ ശാന്തി പ്രയച്ഛമേ. ഹിരണ്യഗർഭസ്ഥം ഹേമബീജം വിഭാവസോ അനന്തപുണ്യഫലതമതഃ ശാന്തി പ്രയച്ഛമേ. ബലി ചെയ്ത ഇലയെടുത്ത് ആ കീറ്റുകളുടെ മുകളിലേക്ക് വയ്ക്കുക. എടുത്തോളൂ. വലത് കൈ വെച്ചെടുക്കുക. ശിരസിന് മുകളിൽ കാണിക്കുക. ഇടത് കൈ വെച്ച ഗ്ലാസ് എടുക്കുക. തെക്ക് ഭാഗത്തേക്ക് നടക്കുക. നമഃശിവായ നാരായണ ജപിച്ച് തെക്ക് ഭാഗത്ത് കൊണ്ട് വെച്ച് 3 പ്രാവശ്യം വെള്ളം തളിച്ച് കൈയടിച്ച് പ്രാർത്ഥിക്കുക.